മൈ ബിലോവഡ് സ്റ്റുഡൻസ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രൈസൽ വെർബാണ്. വാട്ട് ഈസ് ഫ്രൈസൽ വെർബ്? നമ്മുടെ പാഠഭാഗത്ത് ഒരുപാട് ഫ്രൈസൽ വെർബുകൾ വന്നിട്ടുണ്ട്. സാധാ വെർബുകൾ വെർബിന് നൽകുന്നത് പോലെ, അർത്ഥം നൽകുന്നത് പോലെ, മീനിങ് നൽകുന്നത് പോലെ ഇതിന് മീനിങ് നൽകാൻ പറ്റില്ല. രണ്ട് വേർഡുകൾ ചേർന്നതായിരിക്കും ഇത്. ഒന്നുകിൽ ആഡ് വെർബായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ആയിരിക്കും. അങ്ങനെ രണ്ടും കൂടി ചേർന്ന് വന്നതായിരിക്കും ഈ ഫ്രൈസൽ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വ്യത്യസ്തമായ മീനിങ്ങും എന്ത് ചെയ്യുന്നു, അതിന് നൽകുന്നു. അപ്പോൾ എന്താണ് ഫ്രൈസൽ വെർബ്? അത് എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രൈസൽ വെർബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രൈസൽ വെർബ് കാണുന്ന ഫ്രൈസൽ വെർബ്. അപ്പോൾ എ ഫ്രൈസൽ വെർബ് ഈസ് എ സിമ്പിൾ വെർബ്. ഒരു സിമ്പിൾ വെർബാണ്, കമ്പൈൻഡ് വിത്ത് എ ആഡ് വെർബ് ആൻഡ് പ്രൊപ്പോസിഷൻ. അതിൽ ആഡ് വെർബ്, പ്രിപ്പോസിഷൻ അത് രണ്ടും കൂടി കൂടിച്ചേർന്ന്, ഒന്നുകിൽ ആഡ് വെർബായിരിക്കും അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ആയിരിക്കും. അത് രണ്ടും കൂടിച്ചേർന്നിട്ടായിരിക്കും. ആഡ് വെർബായിരിക്കും അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ആയിരിക്കും. അത് രണ്ടും കൂടിച്ചേർന്നിട്ടാണ് ഉണ്ടാകുക. ചിലപ്പോൾ സംടൈംസ് ബോത്ത് ടു മേക്ക് എ ന്യൂ വെർബ് വിത്ത് എ മീനിങ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ സിമ്പിൾ വെർബ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യും, രണ്ടും കൂടിച്ചേരുമ്പോൾ സിമ്പിൾ വെർബിൻ്റെ അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലുക്ക് ആഫ്റ്ററിൻ്റെ മീനിങ് പരിപാലിക്കുക എന്നാണ്. ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. അപ്പോൾ ലുക്ക് നോക്കുക, അത് സിമ്പിൾ വെർബാണ്. ആ വെർബിൽ നിന്നും ആഫ്റ്റർ കൂടി ചേരുമ്പോൾ വ്യത്യസ്തമായൊരു അർത്ഥം അതിന് വന്നു, ലുക്ക് ആഫ്റ്റർ, പരിപാലിക്കുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഇതിൽ വരുന്നതാണ് സിമ്പിൾ ഫ്രൈസൽ വെർബിൻ്റെ മീനിങ്. അങ്ങനെ വരുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, റീഡ് ദ സെൻറ്റൻസ് കോണ്ടിബാസ് ലൈഫ് ഹാഡ് ടു ഗോ ഓൺ. കോണ്ടിബാസ് ലൈഫ് ഹാഡ് ടു ഗോ ഓൺ. ഇൻ ദിസ് സെൻറ്റൻസ്, ഈ സെൻറ്റൻസിൽ ഗോ ഓൺ മീൻസ്, ഗോ ഓൺ എന്നുള്ള അർത്ഥമാക്കുന്നത് അത് ഫ്രൈസൽ വെർബാണ്. അത് അർത്ഥമാക്കുന്നത് കണ്ടിന്യൂ എന്നാണ്. കണ്ടിന്യൂ അത് തുടരുക, തുടരുന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ കോണ്ടിബാസ് ലൈഫ്, കോണ്ടിബയുടെ ജീവിതം ഹാഡ് ടു ഗോ ഓൺ, തുടർന്നുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ്, അങ്ങനെയാണ് ഫ്രൈസൽ വെർബിൻ്റെ അർത്ഥം വരിക. അപ്പോൾ അത് കറക്റ്റായി മനസ്സിലാക്കി വെക്കുക, എന്താണ് ഫ്രൈസൽ വെർബ്. മാത്രമല്ല ഒരുപാട് ഫ്രൈസൽ വെർബുകളുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ വന്നതും അല്ലാത്തതുമായ ഒരുപാട് ഫ്രൈസൽ വെർബുകളുണ്ട്. ആ വെർബുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ വന്ന കുറച്ച് ഫ്രൈസൽ വെർബുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതായി കാണുന്നത് ഫ്രൈസൽ വെർബ് നമ്മുടെ പുസ്തകത്തിൽ തന്നിട്ടുള്ള കുറേ ഫ്രൈസൽ വെർബുകളാണ്. അതിൻ്റെ മീനിങ് നോക്കിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മീനിങ് ഡിക്ഷണറി നോക്കി നിങ്ങൾ തന്നെ സംഘടിപ്പിച്ച് പഠിക്കുക. എന്നിട്ട് അതിന് യോജിച്ച, അതിൻ്റെ അടിഭാഗത്ത് അതിനൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസിലുള്ള വിട്ടുപോയ ഭാഗങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം. ചിലപ്പോൾ പാസ്റ്റ് ആക്കേണ്ടി വരും. ഫുള്ള് സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഡൈവ് ഇൻ ടു, റൺ ഔട്ട് ഓഫ്, ഗോ ഇൻ ടു. ചിലപ്പോൾ വെൻഡ് ഇൻ ടു എന്നൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ പാസ്റ്റാക്കി കൊടുക്കേണ്ടി വരും. അതും ശ്രദ്ധിക്കുക. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈസൽ വെർബിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ സാധിക്കാൻ നല്ല രീതിയിൽ കഴിയുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫ്രൈസൽ വെർബ് പരിചയപ്പെടുത്തി തരാം. ആ ഫ്രൈസൽ വെർബ് ഓരോന്ന് വായിക്കാം. ചിലപ്പോൾ ക്ലിയർ കുറവായിരിക്കാം, എങ്കിലും ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെച്ച് അത് കാണാതെ തന്നെ പഠിക്കേണ്ടി വരും. ഓർത്ത് വെക്കാൻ പ്രയാസമായിരിക്കും. ഇപ്പോൾ കാണാതെ തന്നെ പഠിക്കുക. ആദ്യം ടേക്ക്, ടുക്ക്, ടേക്കൻ. ഇതാണ് ടേക്ക്, ടുക്ക്, ടേക്കൻ. ടേക്ക് എന്ന് വെച്ചാൽ ഒരു വെർബിൻ്റെ ഫസ്റ്റ് ഫോം,
ടുക്ക് സെക്കൻഡ്, ടേക്കൻ തേർഡ് ഫോം. അങ്ങനെ 3 ഫോം ഉണ്ടാകുന്ന ഒരു വേർഡിന് 3 രൂപം ഉണ്ടാകും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 3 ഫോമുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതാണത്. അപ്പോൾ അതിൽ വരുന്ന ഓരോന്ന് നോക്കാം. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അഴിക്കുക. ടേക്ക് ഫോർ കണക്കാക്കുക. ടേക്ക് ഓവർ ഏറ്റെടുക്കുക. ടേക്ക് ആഫ്റ്റർ സാമ്യമാവുക. ടേക്ക് ഡൗൺ എഴുതുക. ഓക്കെ, അടുത്തത് വരുന്നത് ടേൺ ആണ്. ടേൺഡ്. ഇതിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒരുപോലെ ആയിരിക്കും. ടേൺ ഡൗൺ നിരസിക്കുക. ടേൺ അപ്പ് എത്തുക. ടേൺ ടു സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുക. ടേൺ ഓൺ സ്വിച്ച് ഓൺ ആക്കുക. ടേൺ ഓഫ് സ്വിച്ച് ഓഫ് ആക്കുക. ടേൺ ഔട്ട് സ്വിച്ച് ഓഫ് ആക്കുക. അടുത്തത് ഗിവ്, ഗേവ്, ഗിവ് അപ്പ്. ഗിവ് അപ്പ് ഉപേക്ഷിക്കുക. ഗിവ് ഇൻ വഴങ്ങുക. ഗിവ് ഔട്ട് വിതരണം ചെയ്യുക. ഗിവ് അവേ ദാനം ചെയ്യുക. ഗിവ് ബാക്ക് തിരിച്ചു നൽകുക. നെക്സ്റ്റ് ഗോ, വെൻറ്റ്, ഗോ. ഗോ ഔട്ട് പുറത്തു പോകുക. ഗോ അപ്പ് ഉയരുക. ഗോ ഡൗൺ താഴുക. ഗോ ഓൺ തുടരുക. ഗോ ഓഫ് പൊട്ടിത്തെറിക്കുക. ഗോ ഫോർ ആക്രമിക്കുക. ഗോ വിത്ത് യോജിക്കുക. ഗോ അലോൺ കൂടെ പോവുക. ഗോ ത്രൂ പരിശോധിക്കുക. ഗോ ഓവർ പരിശോധിക്കുക. നെക്സ്റ്റ് ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. ഗെറ്റ് ഇൻ പ്രവേശിക്കുക. ഗെറ്റ് ബാക്ക് തിരിച്ചു പോവുക. ഗെറ്റ് അപ്പ് എഴുന്നേൽക്കുക. ഗെറ്റ് ഔട്ട് പുറത്തു പോവുക. ഗെറ്റ് ഓഫ് ഇറങ്ങുക, രക്ഷപ്പെടുക. ഗെറ്റ് ഹോം ലക്ഷ്യത്തിലെത്തുക. ഗെറ്റ് അറ്റ് എത്തുക. ഗെറ്റ് അവേ രക്ഷപ്പെടുക. ഗെറ്റ് ഡൗൺ ഇറങ്ങുക. ഗെറ്റ് അണ്ടർ നിയന്ത്രണത്തിലാവുക. അടുത്തതാണ് കോൾ. കോളഡ്, കോളഡ്. കോൾ ഓഫ് റദ്ദാക്കുക. കോൾ ഫോർ ആവശ്യപ്പെടുക. കോൾ ഔട്ട് ഉറക്കെ വിളിക്കുക. കോൾ ഓൺ വ്യക്തിയെ സന്ദർശിക്കുക. കോൾ അറ്റ് സ്ഥലം സന്ദർശിക്കുക. കോൾ അപ്പോൺ ക്ഷണിക്കുക. കോൾ അപ്പ് ഫോൺ ചെയ്യുക. നെക്സ്റ്റ് കട്ട്. കട്ട് 3ൻ്റെ ഒരേ രൂപമാണ് കേട്ടോ. കട്ട് ഓഫ് വിച്ഛേദിക്കുക. കട്ട് ഡൗൺ താഴ്ത്തുക. കട്ട് ക്രോസ് എതിർത്ത് പറയുക. കട്ട് ഔട്ട് രൂപപ്പെടുത്തുക. അടുത്തത് പുട്ട് 3ൻ്റെ ഒരുപോലെയാണ്. പുട്ട് ഓൺ ധരിക്കുക. പുട്ട് അപ്പ് സ്ഥാപിക്കുക. പുട്ട് ഔട്ട് കെടുത്തുക. പുട്ട് ഡൗൺ എഴുതുക അല്ലെങ്കിൽ അടിച്ചമർത്തുക. പുട്ട് ഓഫ് മാറ്റിവെക്കുക. പുട്ട് അക്രോസ് ആശയവിനിമയം നടത്തുക. പുട്ട് ബൈ സമ്പാദിക്കുക. പുട്ട് അപ്പ് വിത്ത് സഹിക്കുക. പുട്ടിൻ വഴങ്ങുക. അടുത്തതാണ് സെറ്റ് അത് ഒരുപോലെ തന്നെ. സെറ്റ് ഡൗൺ എഴുതുക. സെറ്റ് ഓഫ് യാത്ര ആരംഭിക്കുക. സെറ്റ് ഔട്ട് യാത്ര ആരംഭിക്കുക. സെറ്റിംഗ് ആരംഭിക്കുക. സെറ്റപ്പ് സ്ഥാപിക്കുക. അടുത്തതാണ് കം. കം 2ാമത്തെ മാറ്റമുള്ളൂ. കം അപ്പ് ഉയരുക. കം ഔട്ട് വെളിപ്പെടുക. കം എവേ വിട്ടുപോവുക. കം അക്രോസ് യാദൃശ്ചികമായി കണ്ടുമുട്ടുക. കം ഡൗൺ കുറയുക. കം ത്രൂ തരണം ചെയ്യുക. ഇത്രയാണ് ഫ്രേസൽ വെർബുകൾ. പ്രധാനപ്പെട്ട ഫ്രേസൽ വെർബുകളാണിത്. ഇവ കാണാതെ തന്നെ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. പാഠഭാഗത്തിൽപ്പെട്ട ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ലെറ്റസ് ലേൺ ഗ്രാമർ. അപ്പം അതിൽ ആ ഗ്രാമർ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ്. അപ്പം എന്താണ് പാസ്റ്റ് ടെൻസ്? ഭൂതകാലം എന്ന് മലയാളത്തിൽ പറയാം. അഥവാ കഴിഞ്ഞ കാലത്തെ കുറിച്ച് പറയുന്നതിനാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുക. ഉദാഹരണത്തിന് ഗോ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് എടുത്താൽ വെൻറ്റ്
എന്നായി. ഗോ എന്ന് പറഞ്ഞാൽ പോകുക, വെൻറ്റ് പോയി. അപ്പോൾ അത് വേർഡിൽ തന്നെ മാറ്റം വന്നതാണ്. ഇനി വേർഡിൽ മാറ്റം വരാത്തത് അവസാനം ED ചേർത്തിട്ടാണ്. ഉദാഹരണം, സ്റ്റാർട്ട്, അതിൻ്റെ പാസ്റ്റ് സ്റ്റാർട്ടഡ്, അത് അവസാനം ED ചേർത്തിട്ട് തുടങ്ങി എന്ന അർത്ഥത്തിൽ അത് വരും. അങ്ങനെ 2 രീതിയിലാണ് പാസ്റ്റ് ടെൻസുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻ സ്നേക്ക് ബൈറ്റ് വി ലേൺ ദാറ്റ്, നമ്മുടെ പാഠഭാഗമായ സ്നേക്ക് ബൈറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. പാസ്റ്റ് ടെൻസിനെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? We use the past tense when we talk about an event that took place at a specific point of time in the past. അഥവാ കഴിഞ്ഞ സമയത്ത് പ്രത്യേകമായിട്ടുള്ള കാര്യം, ചില സംഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി യൂസ് ദ പാസ്റ്റ്, നമ്മൾ പാസ്റ്റ് ടെൻസിനെ യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അടുത്തത്, വി യൂസ് ദ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് ഫോർ ദ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഒരു വെർബിന് 3 ഫോമുകളുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതിൽ രണ്ടാമത്തെ ഫോമാണ് എന്ത് ചെയ്യുക, പാസ്റ്റ് ടെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വെർബ് ഫ്രം ദ ഹെൽപ്പ് ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ പാസേജ് ഗിവൻ ബിലോ. അപ്പോൾ ഈ ബോക്സിൽ നിന്നും അപ്രോപ്രിയേറ്റ്, യോജിച്ച വെർബ് എടുത്തിട്ട് അടിയിൽ കൊടുത്ത സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്, പാസേജ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ കോണ്ടിബ ഡാഷ് ടു മുംബൈ, കോണ്ടിബ ഡാഷ് ടു മുംബൈ, അഥവാ അവിടെ മുംബൈയിലേക്ക് വന്നു എന്നാണ് വേണ്ടത്. അതിൽ ഇവിടെ കമ്മാണ് കൊടുത്തിട്ടുള്ളത്, കമ്മിൻ്റെ പാസ്റ്റ് ആണ് വേണ്ടത്. കോണ്ടിബ കെയിം, വന്നു എന്ന് വേണം. അപ്പോൾ കമ്മിൻ്റെ പാസ്റ്റ് എന്ത് ചെയ്യും, കെയിം എന്നാകും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, കോണ്ടിബ കെയിം എന്ന് കൊടുക്കണം. കോണ്ടിബ വന്നു, അതിൻ്റെ പാസ്റ്റ് മുംബൈ, മുംബൈയിലേക്ക്. ഫ്രം ഔറംഗാബാദ്, ഇവിടെ നിന്ന് ഔറംഗാബാദിൽ നിന്ന് വന്നു. ടു ഏൺ, സമ്പാദിക്കാൻ. ഹിസ് ലിവിങ്, അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള വസ്തുക്കൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വന്നത്. ഹി ഡാഷ് ടു സെൽ ബ്രോം, ഹി ഡാഷ് ടു സെൽ ബ്രോംസ്, അദ്ദേഹം തുടങ്ങിയെന്നാണ് വേണ്ടത്. അതിനിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട്, അതിൻ്റെ പാസ്റ്റ് എടുക്കണം എന്ത്, സ്റ്റാർട്ടഡ്, അവസാനം ഡി, സ്റ്റാർട്ടഡ്. ഹി സ്റ്റാർട്ടഡ് ടു സെൽ ബ്രൂം, ചൂലുകൾ വിൽക്കാൻ തുടങ്ങി. ബട്ട് ഹി ഡാഷ് ടു ഏൺ മച്ച്, അതാ കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ഹി ഡാഷ്ഡ്, ഹി ഫെയിൽഡ് ടു, ഫെയിൽ നമുക്കൂടെ ഫെയിൽഡ് എന്നാലും ഇതിൻ്റെ പാസ്റ്റ് എന്ത് ചെയ്യും, ഫെയിൽഡ് എന്നാകും. ഫെയിൽഡ്. ഹി ഫെയിൽഡ് ടു ഏൺ മച്ച്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് പുസ്തകത്തിൽ, നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അങ്ങനെ തന്നെ എഴുതി വെക്കുക, എന്നാലേ ഓർമ്മ ഉണ്ടാകുള്ളൂ. അടുത്തത്, സൂൺ ഹി ഡാഷ് ദാറ്റ് ബ്ലൈൻഡ് ബെഗേഴ്സ് കുഡ് ഏൺ മോർ. സൂൺ ഹി, അദ്ദേഹം എന്ത് ചെയ്തു, അണ്ടർസ്റ്റുഡ് അല്ലെങ്കിൽ റിയലൈസ്ഡ്. ഇവിടെ അണ്ടർസ്റ്റുഡ് അല്ല ഉള്ളത്, റിയലൈസ്ഡ് എന്നുള്ളത്. റിയലൈസ് എന്നുള്ളത് അതിൻ്റെ പാസ്റ്റ് റിയലൈസ്ഡ്, ഇ ചേർക്കുക, അവസാനം ഡി ചേർത്താൽ മതി, റിയലൈസ്ഡ്. ഹി റിയലൈസ്ഡ് ദാറ്റ് ബ്ലൈൻഡ് ബെഗേഴ്സ് കുഡ് ഏൺ മോർ. എന്ത്, ബ്ലൈൻഡ് ബെഗേഴ്സ്, അന്ധന്മാരായ ബെഗേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ സമ്പാദിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് റിയലൈസ് പറഞ്ഞാൽ മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. സോ ഹി ഡാഷ് ബെഗിങ്, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഹി ഡാഷ് ടു ബെഗിങ്, ഹെയ്റ്റ്, ഈ ഹെയ്റ്റഡ് ബെഗിങ്, അദ്ദേഹം വെറുക്കുന്നുണ്ട്. എന്തിന്, ബെഗ് ചെയ്യാൻ വെറുക്കുന്നുണ്ട്, ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുക്കും. ദോ ഹി ഡാഷ് ഇറ്റ്,
ഇവിടെ സോ ഹി ട്രൈഡ് ബെഗിങ്. ഈ ട്രൈഡ് ബെഗിങ് എന്നാണ് വേണ്ടത് കേട്ടോ. ട്രൈഡ് ശ്രമിച്ചു. എന്തിന്? ട്രൈൻ്റെ വാസ്റ്റ് ട്രൈഡ് എന്നാണ്. ഹി ട്രൈഡ് ബെഗിങ്. ബെഗിയാൻ ശ്രമിച്ചു. എന്തായിട്ട് കൂടി? ദോ ഹി ഹെയ്റ്റഡ് ഇറ്റ്. ഇതിനദ്ദേഹത്തിന് വെറുക്കലുണ്ടായിട്ട് കൂടി അദ്ദേഹം എന്ത് ചെയ്തു? ബെഗ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. ഇപ്പോൾ ട്രൈഡിൻ്റെ ഫസ്റ്റ് ട്രൈഡ് എന്നാണ്. ട്രൈഡ് അത് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ദോ ഹി ഹെയ്റ്റഡ് ഇറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. സോ ഹി ട്രൈഡ് ബെക്കിങ്. അങ്ങനെ അവസാനം ഹി ഡാഷ് RS52. അദ്ദേഹം സമ്പാദിച്ചു. അതിൻ്റെ ഫസ്റ്റ് ഏൺഡ്. ഈ ഹേൺഡ് RS52 RS6 എവറി ഡേ. എല്ലാ ദിവസവും 5-6 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് ടെൻസ് അത്രയേ ഉള്ളൂ. അപ്പോൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ദ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അത് അടുത്ത വീഡിയോയിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.